ബീഹാർ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള SIRനെതിരായി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിനെതിരായി കഴിഞ്ഞ 16 ദിവസമായി പാർലമെൻറ്റിനകത്തും പുറത്തും ഇന്ത്യ സഖ്യം പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റിലെ ഈ വിഷയം വോട്ട് ചോർച്ചയെ സംബന്ധിച്ചും വോട്ട് തട്ടിപ്പിനെ സംബന്ധിച്ചും വോട്ട് പരിഷ്കരണത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിലൊക്കെ സ്വീകരിക്കുന്ന നിലപാട് വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി BJPയുടെ വക്താവായി പലപ്പോഴും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മാറുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ്, ആക്ഷേപമാണ് ഈ അവസരത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഏതാണ്ട് 300ഓളം പാർലമെൻറ്റ് അംഗങ്ങൾ ഡൽഹിയിലുള്ള കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സഭ അഡ്ജോൺ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ MPമാരുടെ നേതൃത്വത്തിലുള്ള വൻപിച്ച പ്രതിഷേധ റാലി വിജയ് ചൗക്കിൽ പാർലമെൻറ്റ് അങ്കണത്തിൽ നിന്ന് തന്നെ ആരംഭിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രതിരോധമുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രേഖാമൂലം തന്നെ SIR പ്രക്രിയയോടുള്ള വിയോജിപ്പ് മുഖ്യധാര പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനകം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്.